പറ. ചേച്ചി, അരുണേട്ടനും അമ്മയും ഇന്ന് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. എന്റെ ഈശ്വരാ. അരുണേട്ടൻ കുറേ തവണ എന്നെ വിളിച്ചിരുന്നു. അമ്മയെ പേടിച്ചിട്ടാ ഞാൻ ഫോൺ എടുക്കാതിരുന്നേ. അതുകൊണ്ട് വീട്ടിൽ വരട്ടെ എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവര് വീട്ടിൽ വന്ന് സംസാരിക്കുന്നത് നല്ലതാണെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് ഞാൻ വന്നോളാൻ പറഞ്ഞു. അവരിവിടെ വരുന്ന സമയത്ത് ചേച്ചി കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ചേച്ചി ഇവിടെ വരെ ഒന്ന് വരുമോ? ശരി, ഞാൻ വരാം. അവര് വീട്ടിൽ വരുന്ന കാര്യം സച്ചിനോട് പറയാതിരിക്കുന്ന നല്ലത്. ഞാൻ പോകുന്നതും പറയണ്ട. പറഞ്ഞ സച്ചേട്ടൻ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കും. എല്ലാവർക്കും അത് വിഷമവും. പക്ഷെ പറയാതെ പോകുന്നതും മോശമല്ലേ? സാരമില്ല, നമ്മുടെ ദേവുവിന് വേണ്ടിയിട്ടല്ലേ. സച്ചേട്ടാ, ഞാനേ ഒന്ന് പുറത്തു പോവാണേ. കുറച്ച് ഓർഡർ കൊടുക്കാനുണ്ട്. നിന്റെ വീട് വരെ ഒന്ന് പോയാലെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. എന്തിനിപ്പോ വീട്ടിൽ പോന്നെ? എല്ലാരോടും ഒന്ന് സംസാരിക്കണം. ദേവുവിനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. എൻ്റെ ഒരു പരിചയക്കാരൻ ഒരു വിവാഹ ബ്യൂറോ നടത്തുന്നുണ്ട്. ദേവുവിന്റെ ജാതകത്തിന്റെ ഫോട്ടോ എടുത്ത് അവനെ അയച്ചു കൊടുക്കണം. ഞാൻ ഇന്നലെ രാത്രി അവനെ വിളിച്ചിരുന്നു. നമുക്കൊന്ന് പോയിട്ട് വരാം രവതി. എനിക്ക് ഇന്ന് സമയമില്ല സച്ചേട്ടാ, കുറച്ച് ഓർഡർ കൊടുക്കാനുണ്ടേ. നമുക്ക് പെട്ടെന്ന് വരാതെ. ഇല്ല, പറ്റില്ല. ഇന്ന് കുറച്ച് തിരക്കുണ്ട്. ശരി, എന്നാ പിന്നെ ഞാൻ തനിച്ച് പോയിക്കോളാം. നീ വരണ്ട. അല്ല, തനിയെ പോവൊന്നും വേണ്ട, ഞാനും കൂടി വരാം. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ പോവാം. നാളെ പോവാം, ഉറപ്പായിട്ടും പോവാം. എന്നാ ഞാൻ പോയി ഈ സാരി ഒന്ന് മാറ്റിയിട്ട് വരാം. ഇവക്ക് എന്ത് പറ്റി? നവീൻ ദാസിന്റെ ശല്യം ഒഴിവാക്കാനല്ലേ ഞാൻ നിനക്ക് കാശ് തന്നത്. അവൻ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ അവന് കൊടുക്കേണ്ടത് കൊടുത്ത് പറഞ്ഞയക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കാ. എന്റെ കയ്യിൽ ഇപ്പൊ കാശൊന്നുമില്ല. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ കാര്യം നിനക്കറിയാലോ. ഇപ്പം ഷോറൂമിലും പോകാൻ പറ്റില്ല, അവിടെ കയറ്റുന്നുമില്ല. ആകെയുള്ള വരുമാനം ബ്യൂട്ടി പാർലറാ. ഈ ഒരു മാനസികാവസ്ഥയിൽ അവിടെയും നേരാവണ്ണം പോകാൻ പറ്റുന്നില്ല. അവൻ ചോദിക്കുമ്പോ ലക്ഷങ്ങൾ എടുത്തു കൊടുക്കാനേ എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല. നീ എങ്ങനെയെങ്കിലും അവനൊന്ന് പറഞ്ഞു വിടാൻ നോക്ക്. അമ്മ, അമ്മ എന്താ ഇത്? കരയാതമ്മേ. ഞാനിപ്പോ കേട്ടതൊക്കെ സത്യമാണോ മോളെ? അവര് നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ? അമ്മ, അത് ഇത്രയും വലിയ കാര്യം നടന്നിട്ടും നീ എന്താ എന്നോട് മറച്ചു വെച്ചത്? എന്താ ഉണ്ടായത്? അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പറയാതിരുന്നതാ. എന്തിനാ നിന്നെ അവര് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? എല്ലാ സത്യവും അവരറിഞ്ഞോ? നീ ഒരു അമ്മയാണെന്ന് അവരറിഞ്ഞോ? ഇല്ലമ്മേ, അവരതറിഞ്ഞിട്ടൊന്നുമില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ എന്നെങ്കിലും അവരെന്നെ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ കാത്തിരിക്കില്ലായിരുന്നല്ലോ. പിന്നെന്താ പ്രശ്നം? മലേഷ്യൻ കഥ ഒരു കെട്ടുകഥയാണെന്ന് അവരറിഞ്ഞു. എല്ലാം അറിയിച്ചത് ആ സച്ചിൻ രേവതിയാ. ഞാൻ പണക്കാരിയല്ല, മലേഷ്യയിൽ എനിക്ക് കോടീശ്വരനായ അച്ഛനില്ല, ഇതൊക്കെ അറിഞ്ഞ ആന്റി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഈശ്വര,
ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? സുധി അമ്മ പറയുന്നതല്ലേ കേൾക്കൂ, ഭാര്യ പറയുന്നത് കേൾക്കില്ലല്ലോ. അവനിപ്പോ വിളിക്കാറുമില്ല, കാണാറുമില്ല. സത്യം അവരോട് തുറന്നു പറയണോന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ. നീ കേട്ടില്ലല്ലോ. മുന്നേ പറഞ്ഞാലും ഇത് തന്നെയായിരിക്കും എന്റെ ഗതി. ഇനിയിപ്പൊ എന്താ ചെയ്യാ മോളെ? നീ ആഗ്രഹിച്ച് നേടിയെടുത്ത ജീവിതമായിരുന്നു ഇത്. അത് പോയല്ലോ. ജീവിതം പോവാനോ? ഇതോടെ എല്ലാം തീർന്നു എന്നാണ് അമ്മ കരുതിയത്. പ്രശ്നങ്ങളില്ലാത്ത വീടുകളുണ്ടോ? പരസ്പരം പിണങ്ങി കഴിയാത്ത ഭാര്യ ഭർത്താക്കന്മാരുണ്ടോ? ഒരു ചെറിയ പിണക്കം, അത്രേ ഉള്ളൂ. ചെറിയ പിണക്കാണോ ഇത്? അങ്ങനെ കണ്ടാ മതി. ഞാനേ ഇപ്പോഴും സുധിയുടെ ഭാര്യയാ. പിന്നെന്തിനാ ഞാൻ ഭയക്കുന്നേ? അവനവന്റെ അമ്മയെ ഭയന്ന് എന്നെ കാണുന്നില്ല, സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അവന്റെ ഉള്ളിൽ നിന്ന് എന്നെ എടുത്തു കളയാൻ അവന്റെ അമ്മയ്ക്കെന്നല്ല ആർക്കും ആവില്ല. ആ ഒരു ധൈര്യത്തിലാ ഞാനിപ്പൊ നിൽക്കുന്നെ. അമ്മ വിഷമിക്കാതെ, അസുഖമുള്ള ആളാ, ഇതൊന്നും മനസ്സിൽ വെക്കണ്ട. ഞാൻ ആ വീട്ടിൽ തിരിച്ചു കയറുകയും ചെയ്യും, സുധിക്കൊപ്പം ജീവിക്കുകയും ചെയ്യും. അതിനെ ഞാൻ ഏതറ്റം വരെയും പോവും. അതെന്റെ വെല്ലുവിളിയാ, എന്റെ തീരുമാനമാ. എന്റെ അമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാലോ. പിന്നെ എന്തിനാ ഭയക്കുന്നേ? അമ്മ ആദ്യം ഇതൊന്നും അറിയരുത്. അവന്റെ മുന്നിൽ സന്തോഷത്തോടെ ഇരിക്കണം. അല്ല, അവൻ വന്നിട്ടില്ലേ? അവൻ മേരിക്കൊപ്പം അകത്തുണ്ട്. അല്ല, അമ്മ എന്താ പറയാതെ വന്നത്? വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ നീ വരണ്ടെന്ന് പറയും, അതുകൊണ്ടാ പറയാതെ വന്നത്. ആദിയുടെ കാര്യം മീര പറഞ്ഞു കാണുമല്ലോ. പറഞ്ഞിരുന്നു. ഞാൻ അവിടേക്ക് വരാനിരിക്കായിരുന്നു. അപ്പോഴാ അമ്മ ഇങ്ങോട്ട് വന്നത്. അമ്മേ, വാ മോനെ. അമ്മേ, അമ്മ എന്താ ഞങ്ങളെ കാണാൻ വരാത്തെ? ജോലി തിരക്കായതുകൊണ്ടല്ലേ മോനെ. അമ്മ കുറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ വീട്ടിൽ വന്ന് നിക്കാന്ന് പറഞ്ഞല്ലേ? അമ്മ വെറുതെ പറഞ്ഞല്ലേ? അതിന് പറ്റിച്ചു അല്ലേ? എനിക്ക് അമ്മ അടുത്ത് തന്നെ വേണം. എനിക്ക് അമ്മയെ കണ്ടോണ്ട് തന്നെ ഇരിക്കണം. എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ അമ്മമാരുണ്ടല്ലോ, അവരിടയ്ക്കിടയ്ക്ക് സ്കൂളിലും വരുമല്ലോ. എന്റെ അമ്മ മാത്രം വരാറില്ല. നിനക്ക് അമ്മ അടുത്ത് തന്നെ വേണം അല്ലേ? കണ്ടോണ്ടേ ഇരിക്കണം അല്ലേ? ആ, അതിന് ഞാനൊരു വഴി പറയട്ടെ? പറഞ്ഞോ അമ്മേ. ആദ്യേ അമ്മ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കാം. എന്നിട്ട് ഇവിടെ ഒരു വാടക വീടെടുക്കാം. അവിടെ നിങ്ങൾക്ക് 2 പേർക്കും താമസിക്കാം. ഇടയ്ക്കിടയ്ക്ക് അമ്മ വന്ന് നിങ്ങളുടെ കൂടെ താമസിക്കും. അതുപോരെ? താങ്ക് യു അമ്മേ. മോന് സന്തോഷായില്ലേ? നീ നേരാവണ്ണം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കാലോ. കഴിക്കാം. അമ്മ, ഇവന് ഭക്ഷണം കൊടുക്ക. വാ മോനെ, പോയി കഴിക്ക. നീ കാര്യമായിട്ട് പറഞ്ഞതാണോ അതോ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത ഒരു പ്രദേശത്ത് ഒരു വാടക വീട് നോക്കണം. അതുപോലെ തന്നെ ഒരു സ്കൂളും. രണ്ടും കണ്ടെത്താൻ നിന്നെ ഏൽപ്പിക്കുക. എനിക്ക് സന്തോഷായടി. ഞാൻ എന്നാ ഫുഡ് എടുത്ത് വെക്കട്ടെ. വെട്ടി പൊളിക്കുന്നു. ഇതെന്തൊരു തലവേദനയാ. ഇനി ഇന്നലെ ബീറ് കഴിച്ചതിന്റെ ഹാങ് ഓവർ ആയിരിക്കോ? എന്നാലും ഇത് ഇത്രയും സമയമൊക്കെ നിൽക്കോ?
കുറച്ച് ഭാവം പരട്ടി നോക്കാം. എന്തൊരു തലവേദന, എന്തൊരു തലവേദന. അയ്യോ. സുധി, എടാ സുധി, എന്താണ് ചുരുണ്ട് ഓടി കിടക്കുന്നേ? നിനക്ക് ഇനി നേരം വെളുത്തില്ലേ? അമ്മേ, അത് തലവേദനിക്കുന്നമ്മേ, അതുകൊണ്ടാ കിടക്കുന്നത്. എന്ത് തലവേദനിക്കുന്നു? എന്താ പെട്ടെന്നൊരു തലവേദന? അമ്മയുടെ കാര്യം എന്താടാ? അത് പിന്നെ ശ്രുതിയോട് സംസാരിച്ചിട്ട് കുറെ ആയില്ലേ അമ്മേ. ഇനിയിപ്പോ അവളോട് സംസാരിക്കാത്തോണ്ടായിരിക്കോ എനിക്ക് തലവേദന വന്നത്. ഏതായാലും ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ അമ്മേ. അമ്മേ, അത് പിന്നെ ശ്രുതിയോട് സംസാരിച്ചു കഴിഞ്ഞാലേ എന്റെ ഈ തലവേദന ചിലപ്പോ അങ്ങ് മാറുമായിരിക്കും. അമ്മേ, എന്താടാ, എന്താ പ്രശ്നം? എന്താ ചന്ദ്ര ഇത്? അമ്മ എന്നെ തല്ലി. ചന്ദ്രേ, എന്തിനാ നീ അവനെ തല്ലി? മോനെ സുധി, നിന്റെ അടവേ എന്റെ അടുത്ത് വേണ്ടാട്ടോ. എന്താ പ്രശ്നം പറയേ? അവനെ തലവേദനിക്കുന്നു. അതിനുള്ള ചികിത്സ അടിയാണോ? ഞാൻ പറയുന്ന മുഴുവൻ കേൾക്ക്. ശ്രുതിയോട് സംസാരിക്കാത്ത കൊണ്ടാണത്രേ അവന് തലവേദന. അവളോട് സംസാരിച്ചാലേ ചിലപ്പോ തലവേദന മാറൂന്ന്. ആ അതെ, കുറച്ച് മാറിയാലോ. ഇവന് ഞാൻ ആടി കൊടുക്കണോ വേണ്ടയോ? അവളോട് സംസാരിക്കാനുള്ള ഒരടവേ. അമ്മയുടെ ഒരു കാര്യം, എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. എടാ, നിന്റെ അടവൊക്കെ എന്റെ അടുത്ത് എടുക്കാൻ നോക്കണ്ട. എന്റെ അടുത്ത് അത് ചെലവാകില്ല. എന്താ ചന്ദ്ര ഇത്? അവന് കുറ്റം പറയാൻ പറ്റുമോ? അവന്റെ ഭാര്യയല്ലേ ശ്രുതി. അവളെ കാണണമെന്നും സംസാരിക്കണമെന്നൊക്കെ അവൻ ആഗ്രഹം കാണില്ലേ? ആ ആഗ്രഹം നടക്കില്ല. അമ്മേ, അവളെ മറന്നേക്കാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ ഞാൻ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, അവനങ്ങനെ മറക്കാൻ പറ്റുമോ? ദേ, നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യല്ലേ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എടാ, ഇനി അവളോട് സംസാരിച്ചാലേ നിന്റെ തലവേദന മാറുന്നുണ്ടെങ്കിൽ ഈ ജന്മം അത് മാറാൻ പോകുന്നില്ല. എടാ, നീ ഇനി അവളോട് സംസാരിക്കില്ല, സമ്മതിക്കില്ല ഞാൻ അതിന്. എന്തൊരു വാശി ചന്ദ്ര ഇത്. ആ വാശി തന്നെയാ. വേഗം കുളിച്ചിട്ട് ഷോറൂമിൽ പോവാൻ നോക്ക്. അമ്മേ, എനിക്കിപ്പോ നല്ല തലവേദനയുണ്ട്. ഇനിയിപ്പം ഷോറൂമിൽ പോകാനൊന്നും പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചെന്നേ, ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. ഇവിടെ ബാമെല്ലാം കാണുമല്ലോ, അതെടുത്ത് പറ്റിയാലേ തലവേദനയൊക്കെ മാറിക്കോളും. അല്ലെങ്കിൽ വല്ല ഗുളിയെ വാങ്ങിച്ചു കഴിക്ക്. അമ്മേ, ഞാൻ ബാമൊക്കെ പുരട്ടിയതാ, പക്ഷെ എന്റെ തലവേദന കുറയുന്നില്ല. ഇതെന്തോന്നട്? സ്കൂളിൽ പോകാൻ മടിക്കുന്ന കൊച്ചു പിള്ളേര് തലവേദന എന്നും പറഞ്ഞ് വീട്ടിലിരിക്കാറുണ്ട്. ഇതിപ്പോ ഷോറൂമിൽ പോകാൻ മടിച്ചിട്ട് തലവേദന എന്നും പറഞ്ഞിരിക്കണം. കഷ്ടം തന്നെ. റെഡി ആയിട്ട് പോവാൻ നോക്കടാ, ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പിന്നെയും കിട്ടും. എത്ര വയസ്സായാലും എനിക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്ത ബോധം വേണ്ടടാ. ലക്ഷങ്ങൾ അവിടെ മുടക്കിയിട്ടിരിക്കുന്നേ, അത് എന്റെ കാശ്. ഇങ്ങനെയാണ് നിന്റെ പോക്കെങ്കിലും ഉണ്ടല്ലോ, എത്രയും വേഗം ആ ഷോപ്പ് അടച്ചു പൂട്ടേണ്ടി വരും. ഇവന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പോടാ ഇങ്ങോട്ട്. തലവേദനയാണ്, പാടില്ല. കുളിച്ചിട്ട് പോവാൻ തലവേദന കൂടും. അടയ്ക്ക്. ശ്രുതി കൂടെ ഉണ്ടായിരുന്നപ്പോ നേരാമണ്ണ് അവൻ കടയിൽ പോയിക്കൊണ്ടിരുന്നതാ. അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടതിന് ശേഷം ഇവരിങ്ങനെ ആയിരിക്കുന്നേ. ഓ, അപ്പൊ ഇവൻ നന്നാവണമെങ്കിൽ ശ്രുതി ഇവന്റെ കൂടെ വേണം, അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്നല്ലേ നിങ്ങൾ അവനും പറയുന്നത്? അതിന്റെ ആവശ്യമില്ല. അതെ, ഒരു കാലത്തും നടക്കാനും പോകുന്നില്ല. ഇവനെ നന്നാക്കാൻ എനിക്കറിയാം. രവിയേട്ടൻ ഇതിൽ ഇടപെടണ്ട. നന്നാക്കോത്രേ. ഇവനിങ്ങനെ ആവാൻ കാരണം തന്നെ ഇവളാ. ആദ്യം ഇവള് നന്നാവണം. ഇവളെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.
എന്താ ഇവിടെ നിർത്താൻ പറഞ്ഞ? വണ്ടി ദേവുവിന്റെ വീട് വരെ പോവല്ലോ. ഇവിടെ വരെ മതി. നീ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ പോയിട്ട് വരാം. അമ്മ ഞാനും വരാം. വേണ്ട, ഇപ്പോ അവരുടെയൊക്കെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. അവര് എന്റെ മുന്നിൽ വെച്ച് നിന്നെ എന്തെങ്കിലും പറഞ്ഞാ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചിട്ട് വരാം, നീ ഇവിടെ ഇരിക്കെ. അല്ല, ദേവു, മോളെ ദേവു. ആ അമ്മേ. മോളെ ദേവു. അമ്മേ, അമ്മേ, ചേച്ചി, ദേ അരുണേട്ടൻ അമ്മ വന്നു. അരുണേട്ടൻ അമ്മയാ. മനസ്സിലായി. ആന്റി ഇരിക്കെ. ആ, ദേവു പറഞ്ഞ് എല്ലാരെയും എനിക്കറിയാം. അതുകൊണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആന്റി എങ്ങനെയാ വന്നേ? ദേവു, നീ മുറിയിലേക്ക് പോയേ. അരുണ് വന്നിട്ടുണ്ട്. അവൻ അപ്പുറത്തുണ്ട്. ഞാൻ അവനെ മാറ്റി നിർത്തുകയായിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോ അവൻ വേണ്ടെന്ന് കരുതിയിട്ടാ. ആ, അതേതായാലും നന്നായി. നടന്ന കാര്യങ്ങളൊക്കെ അരുൺ എന്നോട് പറഞ്ഞു. നിങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കാനാ ഞാൻ വന്നത്. മോളുടെ ഭർത്താവ് സച്ചി അരുണുമായിട്ട് ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സച്ചി ഒരു കാരണമില്ലാതെ അങ്ങോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കാറില്ല. തെറ്റ് കണ്ടാ പറയും. അവൻ നല്ലവനാ. നിങ്ങളുടെ മോനാ പ്രശ്നക്കാരൻ. അവൻ നല്ലവനാ. നിങ്ങളുടെ മോനാ പ്രശ്നക്കാരൻ. അവനാ സച്ചിയുടെ കാറ് പിടിച്ചോണ്ട് പോയത്. വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്നും പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കാൻ നോക്കി. എന്നിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ മോനോ? ആന്റി, അവര് തമ്മിലുള്ള പ്രശ്നം തുടങ്ങി വെച്ചത് സച്ചേണ്ണല്ല, ആന്റിയുടെ മോൻ തന്നെയാ. എന്റെ മോനിപ്പോ സസ്പെൻഷനിലാ. അതിന് കാരണം സച്ചിയല്ലേ? നിങ്ങളുടെ മോൻ നിയമം പാലിക്കാത്തോണ്ട് സസ്പെൻഷനിലായിരുന്നു പറ. ആന്റി, ഇത് പറഞ്ഞ് വഴക്കുകൂടാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ? ഒരിക്കലുമല്ല. നിങ്ങള് വിചാരിക്കുന്ന പോലെ ഒരാളല്ല അരുൺ. എന്റെ മോനായതുകൊണ്ട് പറയുന്നതല്ല. അവൻ നല്ലവനാ, സ്നേഹമുള്ളവനാ. അതുപോലെയാ ദേവു. നല്ല കുട്ടിയാ. എനിക്കവളെ വളരെ ഇഷ്ടമാ. അവൾ എന്റെ മരുമോളായിട്ട് വന്ന അതിൽ പര സന്തോഷം എനിക്ക് വേറെയില്ല. സച്ചിയും അരുണും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ആ ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് ഇവരുടെ കല്യാണം നടക്കില്ല എന്നൊക്കെ പറഞ്ഞ അവൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. നിങ്ങളുടെ മോനെ കുറിച്ച് അവന് നന്നായിട്ട് അറിയാം. നിങ്ങൾക്കവൻ നല്ലവനായിരിക്കും. പക്ഷേ പുറത്തങ്ങനെയല്ലാന്ന് സച്ചി പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത്. അതിന് സച്ചിയും അരുണും പരസ്പരം നല്ലത് പറയോ? അവൻ പറയുന്നതൊന്നും അല്ല നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളുടെ മകള് പറയുന്നതാണ്. ഒരാള് നല്ലതാണോ അതോ മോശമാണോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവരവും ദേവുവിനില്ലേ? നിങ്ങളുടെ മോളുടെ മനസ്സറിഞ്ഞാണ് തീരുമാനം എടുക്കേണ്ടത്. ഒന്നിച്ച് ജീവിക്കേണ്ടത് എന്റെ മകനും നിങ്ങളുടെ മകളുമാണ്. അവരുടെ തീരുമാനം എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങളുടെ മരുമകൻ നല്ലവനായിരിക്കാം. എന്നാ ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് അവൻ പറഞ്ഞതിനെ കുറിച്ചല്ല, നിങ്ങളുടെ മകളുടെ ഭാവിയെക്കുറിച്ചും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിനെ കുറിച്ചുമാണ്. ആന്റി, ഞാൻ സച്ചേട്ടനോട് സംസാരിച്ച്
എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നോക്കാം. അതുവരെ നിങ്ങളുടെ മോനോടൊന്നും കാത്തിരിക്കാൻ പറയാ. രേവതി മിണ്ടാതിരുന്നേ, ഞാൻ സംസാരിച്ചോളാം. നോക്ക്, സച്ചി ഇവിടുത്തെ മരുമകനല്ല, എന്റെ മകനാ. സച്ചിയുടെ തീരുമാനമാണ് ഞങ്ങൾക്ക് പ്രധാനം. അവന്റെ സമ്മതമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. അവൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല. ഈ ബന്ധം വേണ്ടെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. അവൻ ദേവുന് വേറെ ചെറുക്കനെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങള് അവരുടെ കല്യാണക്കാരി സംസാരിക്കാനാ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ദേ, ഈ കല്യാണം നടക്കില്ല. നിങ്ങളുടെ മകൾ ആഗ്രഹിച്ച ജീവിതം അവർക്ക് കിട്ടണ്ടേ? എങ്കിലല്ലേ അവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ലല്ലോ. എന്റെ മോൾക്ക് എന്റെ മരുമകൻ നല്ലൊരു ബന്ധം കൊണ്ടുവരുമെന്ന എന്റെ വിശ്വാസം. അവന്റെ തീരുമാനം എന്റെയും തീരുമാനം. ഒരു കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ഇനി ഇവിടേക്ക് വരണമെന്നില്ല. അമ്മ എന്തിനിങ്ങനെയൊക്കെ പറയുന്നേ? നീ മിണ്ടാതിരുന്നേ. അതെ, നിങ്ങൾ ചെല്ലാൻ നോക്ക്. അമ്മ വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാൻ ശരിയായ രീതിയിലാണ് സംസാരിച്ചത്. നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം വളർത്തിക്കൊണ്ടു പോകരുത്. ദേവു, ഇങ്ങ് വന്നേ. എന്തിനാ വിളിക്കുന്നേ? ദേവു, നീ അരുണിനെ മറന്നേക്കുക. സച്ചി നിനക്ക് വേറെ ചെറുക്കനെ അന്വേഷിക്കുന്നുണ്ട്. അവന്റെ സമ്മതമില്ലാതെ നിങ്ങളുടെ കല്യാണം നടക്കില്ല. ഇനി അവന്റെ വാക്ക് ധിക്കരിച്ച് വേറൊരു തീരുമാനം നീ എടുത്ത അത് നിനക്ക് നല്ലതല്ല, ഈ കുടുംബത്തിന് നല്ലതായിരിക്കില്ല. പറഞ്ഞേക്കാം. ദേവു, സച്ചിയാണ് ആ കുടുംബത്തിന്റെ എല്ലാം. ഈ കല്യാണത്തിന് സച്ചിക്ക് സമ്മതമല്ല. അമ്മേ, എനിക്ക് എന്റെ ദേവുവിനെ കല്യാണം കഴിക്കാൻ അവന്റെ സമ്മതം ആവശ്യമില്ല. ദേ, ഞാൻ ഇപ്പൊ പറയാ, ആരെതിർത്താലും ഞങ്ങളുടെ കല്യാണം നടന്നിരിക്കും. അരുണിനെ പ്രണയിക്കുന്ന ദേവുവാ. ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് അവളാണ് എന്നോട് കള്ളം പറയേണ്ടത്. എന്നാ അവൾ എന്നോട് സത്യം പറഞ്ഞു. എന്നാ നീയാ എന്നോട് കള്ളം പറഞ്ഞത്, മറച്ചു വെച്ചത്.